ടോപ്പിക്കാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സെമ്മിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആ സിലബസ് ഞാൻ നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സെൻഡ് ചെയ്ത് തരാം. അപ്പോ നമ്മൾ കഴിഞ്ഞ അതായത് ഇപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സെമ്മുകളിൽ 3 സെമ്മായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, സ്ക്യൂനെസ്, കർട്ടോസിസ് അങ്ങനെ തുടങ്ങി പ്രോബബിലിറ്റി എന്താണെന്ന് പഠിച്ചു. പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനുകൾ, പിന്നെ സാമ്പിളിംഗ്, കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം പഠിച്ചു. പിന്നെ സാമ്പിളിംഗ് പഠിച്ചു. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ 4th സെമ്മിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്ട്രിബ്യൂഷനുകൾ പഠിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പാരാമീറ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്സ് ആണ്. ഒരു പോപ്പുലേഷനിലെ പാരാമീറ്റർ എന്ന് പറയുന്നത് ആ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൺവേ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ്സിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയും. യൂഷ്വലി നമുക്ക് ഈ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ അൺനോൺ ആയിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ആയിക്കോട്ടെ, അതിലെ അൺനോൺ കോൺസ്റ്റന്റ്സിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയാ. ഈ പാരാമീറ്റേഴ്സ് ആണ് ആ ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൺവേ ചെയ്യാം അല്ലെ. നമ്മളിപ്പോ ബൈനോമിയൽ പറഞ്ഞപ്പോ ബൈനോമിയലിന്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് എന്നും പിയും, എന്നിന്റെയും പിയുടെയും വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള മ്യൂവും സിഗ്മയും ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. മ്യൂവിന്റെ വാല്യൂവിനനുസരിച്ച് അല്ലെങ്കിൽ സിഗ്മയുടെ വാല്യൂവിനനുസരിച്ചാണ് നമ്മുടെ ഗ്രാഫിന്റെ, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് വരുന്നത്. മീന്, മീഡിയൻ, മോഡ്, മൊമെന്റ്സ് അങ്ങനെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? അതിന്റെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അല്ലെ. പക്ഷെ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് യൂഷ്വലി നമുക്ക് അൺനോൺ ആയിരിക്കും. നമ്മളൊരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ആ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമുക്ക് അൺനോൺ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അൺനോൺ വാല്യൂസിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ എസ്റ്റിമേഷൻ യൂസ് ചെയ്യുക. അപ്പൊ എസ്റ്റിമേഷൻ എന്ന് പറയുന്നതിന് മുന്നേ ഈ അൺനോൺ വാല്യൂസിനെ കണ്ടുപിടിക്കാൻ നമുക്ക് 2 രീതിയിലുള്ള മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻസസും സാമ്പിൾ സർവേയും. മനസ്സിലായ? ഒരു പോപ്പുലേഷനിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് സ്റ്റഡിയാണോ ചെയ്യുന്ന ആ സ്റ്റഡിയിൽ വരുന്ന അൺനോൺ കോൺസ്റ്റന്റ്സിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ്സ് എന്ന് പറയും. ആ കോൺസ്റ്റന്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന 2 മെത്തേഡുകളായിരുന്നു സെൻസസും സാമ്പിൾ സർവേയും. അതിൽ നമ്മൾ സെൻസസ് എന്ന് പറഞ്ഞിരുന്നു, നമ്മൾ എന്താണ് സ്റ്റഡി ചെയ്യുന്ന ആ സ്റ്റഡിയുടെ ഇതിൽ വരുന്ന എല്ലാ ഇൻഡിവിജ്വൽസിനെയും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റ്സിനെയും എടുത്തുകൊണ്ട് നമ്മൾ സ്റ്റഡി ചെയ്യണമെങ്കിൽ അതിനെ സെൻസസ് മെത്തേഡ് എന്നും, അല്ലെങ്കിൽ നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യുന്ന പോപ്പുലേഷൻ ആ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് യൂണിറ്റ്സ് മാത്രം എടുത്തുകൊണ്ട് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അതൊക്കെ ഞാൻ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അൺനോൺ കോൺസ്റ്റന്റ്സിനെ കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡാണ് സെൻസസും സാമ്പിൾ സർവേയും. സെൻസസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പോപ്പുലേഷനെയാണോ സ്റ്റഡി ചെയ്യുന്നത് ആ പോപ്പുലേഷനിൽ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് എടുത്തുകൊണ്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. ബട്ട് പ്രാക്ടിക്കലി നമുക്ക് അത് എപ്പോഴും പോസിബിൾ ആവില്ല. നമുക്ക് യൂഷ്വലി സാമ്പിൾസ്, അതായത് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന പോപ്പുലേഷന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് എടുത്തുകൊണ്ടാണ് യൂഷ്വലി നമ്മൾ സ്റ്റഡി ചെയ്യുക. അതിനെയാണ് നമ്മൾ സാമ്പിൾ സർവേ എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി ഈ സെൻസസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അൺനോൺ കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ അൺനോൺ കോൺസ്റ്റന്റ്സിന്റെ എക്സാക്ട് വാല്യൂ ആയിരിക്കും സെൻസസിൽ നിന്ന് കിട്ടുക. കാരണം നമ്മൾ സെൻസസിൽ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ എടുത്തുകൊണ്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ട് അൺനോൺ പാരാമീറ്റേഴ്സിന്റെ എക്സാക്ട് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ബട്ട് നമ്മൾ സാമ്പിൾ സർവേ അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് യൂണിറ്റ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എക്സാക്ട് വാല്യൂ ഓഫ് ദ പാരാമീറ്റർ ആയിട്ടില്ല കിട്ടുക. നമുക്ക് അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് വാല്യൂ ഓഫ് ദ അൺനോൺ കോൺസ്റ്റന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് സാമ്പിൾ സർവേയിലൂടെ കിട്ടുക. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക്
സാമ്പിൾ സർവേ യൂസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന അപ്രോക്സിമേറ്റ് വാല്യൂവിനെയാണ് നമ്മൾ ഒരു അൺനോൺ കോൺസ്റ്റൻസിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാമ്പിൾ സർവേനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫറൻഷ്യൽ പ്രൊസീജിയർ ആണ്. മനസ്സിലായോ? സെൻസസ് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു എസ്റ്റിമേറ്റ് വരുന്നില്ല. കാരണം നമുക്ക് സെൻസസിൽ നമ്മുടെ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റും എടുക്കുന്നത് കൊണ്ട് നമുക്ക് ആക്ച്വൽ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഈ കോളേജിലുള്ള കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ഈ കോളേജിലുള്ള എല്ലാ കുട്ടികളുടെയും ഹൈറ്റ് എടുത്തിട്ട് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സാക്ട് വാല്യൂ ആയിരിക്കും കിട്ടുക. പക്ഷെ നമ്മൾ ഈ കോളേജിലെ കുട്ടികളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു 100 കുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് ആവറേജ് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ, എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആ സാമ്പിളിംഗ് മെത്തേഡുകളിലാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫറൻഷ്യൽ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മൊത്തം ബ്ലഡ് എടുക്കില്ല, ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യാം, എന്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് വേണ്ടത്, അതിനെ കുറിച്ചുള്ള ഒരു എസ്റ്റിമേറ്റ് വാല്യൂ ആണ് അവിടെ പറയുന്നത്. അല്ലാതെ എക്സാക്ട് ആയിട്ട് ഇപ്പൊ നിങ്ങള് ബ്ലഡ് ഷുഗർ ഇത്രയാണെന്ന് നമ്മൾ എക്സാക്ട് ആയിട്ട് പറയില്ല. കാരണം നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റില്ല, നമ്മളൊരു പോർഷൻ ഓഫ് ബ്ലഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ ഈ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് സാമ്പിളിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടേമാണ്. നമ്മള് ഫുൾ യൂണിറ്റ്സ് എടുത്ത് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എസ്റ്റിമേറ്റിന്റെ ആവശ്യം വരുന്നില്ല, അവിടെ എക്സാക്ട് വാല്യൂ ആയിരിക്കും വരിക. മനസ്സിലാക്കുക തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ നമ്മളിപ്പോ ഒരു ബൾബ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അവർക്ക് ഈ ബൾബ് അവർക്കൊരു മാർക്കറ്റിലേക്ക് വിടണമെങ്കിൽ ആ ബൾബിന്റെ ഒരു ആവറേജ് ലൈഫ് അവർക്ക് ആദ്യം അറിയണം. അതിനുവേണ്ടി അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ബൾബും എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എല്ലാ ബൾബും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റിലേക്ക് വിടാൻ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, അവിടെ അതിന് ആ ബൾബിന്റെ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് ബൾബുകൾ റാൻഡം ആയിട്ട് എടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിന്റെ ആവറേജ് ലൈഫ് എത്രയാണ് വരുന്നത്, അതായിരിക്കും ആ പ്രൊഡ്യൂസ് ചെയ്ത ബൾബുകളുടെ മൊത്തം ആവറേജ് ലൈഫ് അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞിട്ടാണ് ഇത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് നമുക്ക് സാമ്പിളിംഗ് വരിക. ഈ സാമ്പിളിംഗുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റുകളെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ട്, ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് ഈ സാമ്പിളിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരിക. ഓക്കെ, ക്ലിയർ ആണോ ഈ പറഞ്ഞത് ഇതുവരെ? ഞാൻ നോട്ട് പറയട്ടെ. ക്ലിയർ ആണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടി നമുക്ക് തുടങ്ങാനുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന അൺനോൺ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പാരാമീറ്ററിന് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ബൈനോമിയലിലായാലും പോസോണിലായാലും നോർമലിലായാലും എക്സ്പോണൻഷ്യലിലായാലും ഗാമയിലായാലും ഒക്കെ ഈ പാരാമീറ്ററിന് ഒരു റേഞ്ച് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ബൈനോമിയൽ എടുക്കുകയാണെങ്കിൽ പിയുടെ വാല്യൂ എന്നും പിയും ആണ് പാരാമീറ്റേഴ്സ്. എൻ എന്ന് പറയുന്നത് 0 മുതൽ 1 2 3 n വരെ പോവും. പിന്നെ സോറി, എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് n എന്ന് പറയുന്ന നമ്പർ ഓഫ് ട്രയൽസ് ആയിരുന്നു. അതായത് അതിനൊരു നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, അങ്ങനെ പോവാം. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിരുന്നു. അതിന്റെ വാല്യൂ 0യുടെയും 1ന്റെയും ഇടയിൽ വേണം. അതുപോലെ ഇപ്പൊ നമ്മള് നോർമൽ എടുക്കുകയാണെങ്കിൽ അതിലെ 2 പാരാമീറ്റേഴ്സ് മ്യൂവും സിഗ്മ ആയിരുന്നു. മ്യൂയുടെ റേഞ്ച് എന്ന് പറയുന്നത് -∞ മുതൽ +∞ വരെ വരാം. വേരിയൻസ് അല്ലെങ്കിൽ സിഗ്മ എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, അതായത് സിഗ്മ > 0 ആയിരിക്കണം. അങ്ങനെയുള്ള ഓരോ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ പാരാമീറ്റേഴ്സിന്റെ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഓരോ ഇന്റർവെൽസ് ഉണ്ടായിരുന്നു. ആ ഇന്റർവെൽസിനെയാണ് നമ്മൾ പാരാമീറ്റർ സ്പേസ് എന്ന് പറയുന്നത്. ഒരു പാരാമീറ്ററിന്റെ വാല്യൂ ലൈ ചെയ്യുന്ന സെറ്റിനെയാണ് നമ്മൾ പാരാമീറ്റർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എഴുതും നിങ്ങളുടെ പേപ്പറിന്റെ പേര് എഴുതിക്കോളൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, അത് ആദ്യം ഹെഡിങ് കൊടുക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ.
ഇതിന് താഴെ എഴുതാം. One of the main objectives of statistics is to draw inferences. കുറച്ച് പതുക്കെ പറയാം, സ്ലോ ആയിട്ട് പറയാം. One of the main objectives of statistics is to draw inferences about a population full stop. We had seen that parameters are statistical constant which control the characteristics of a statistical population. These parameters are usually unknown and there are two methods for acquiring information about parameters. They are sensors and sample surveys. Full stop. In sensors, we expect actual or true value of the parameter whereas
In sample surveys, we expect approximate or estimate of the parameter. That is the process of approximating value of a parameter by conducting a sample survey is known as statistical estimation. For example, by taking a few ml blood from our body, comma, a pathologist can estimate various factors in our blood. Full stop. Clearly, these figures are only estimates. And not actual values. Full stop. Thus, the statistical estimation
statistical estimation is followed by sample survey. Sample survey. Or only after conducting a sample survey, we can have estimation. Next line is the theory of estimation. The theory of estimation was founded by Professor R.A. Fisher. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. എസ്റ്റിമേഷൻ എന്നുള്ള തിയറി ഇത്രയും ഡെവലപ്പ് ചെയ്തത് R.A. ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്. R.A. ഫിഷർ, FISHER, ഫിഷർ, R.A. ഫിഷർ. Okay, video. അടുത്തൊരു ഹെഡിങ് ആയിട്ട് പാരാമീറ്റർ സ്പേസ്. Parameter space. Parameter space. Parameter space. Board clear അല്ലേ? Let us consider a random variable x. Let us consider a random variable x. Consider a random variable x. Consider a random variable x with PDF or PMF. With PDF or PMF. F of x, theta. F of x, theta. In most common applications, the functional form of the population, the functional form of the population distribution, is assumed to be non except
തീറ്റ എന്ന് പറയുന്നത് ഓരോ പോപ്പുലേഷനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അൺനോൺ പാരാമീറ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ മാറുന്നതിനനുസരിച്ച് തീറ്റ മാറിക്കൊണ്ടിരിക്കും. Unknown parameter theta, which may take any value on a set, which may take any value on a set. നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇവിടെ ഇങ്ങനെ അനൗൺസ്മെന്റിന്റെ സൗണ്ട് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? കേൾക്കുന്നുണ്ട് ടീച്ചർ. സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല മിസ്സേ. Okay. Which may take any value on a set. This set is usually denoted by ഈ സിമ്പൽ കേട്ടോ. H എന്ന് എഴുതിയിട്ട് സർക്കിളിന്റെ ഉള്ളിൽ H എഴുതുക. ഒരു സർക്കിൾ ഇട്ടിട്ട് ഇങ്ങനെ. This set is usually denoted by ഈ സിമ്പൽ എഴുതുക കേട്ടോ. സർക്കിളിന്റെ ഉള്ളിൽ ഈ H പോലുള്ള സിമ്പൽ. And is known as the parameter space. Parameter space എന്നുള്ള സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണിത്. That is the set ഈ സിമ്പൽ എഴുതുക. The set നെ എഴുതിയിട്ട് സർക്കിൾ ഇട്ട് അതിൻ്റെ ഉള്ളിൽ H എന്ന് എഴുതുന്ന ഈ സിമ്പൽ. That is the set. ഈ സിമ്പൽ എഴുതുക, which is the set of all possible values of theta, is called the parameter space. For example, if X follows n mu sigma square, then the parameter space is similar equal to set mu comma sigma square, where minus infinity less than mu less than infinity and 0 less than sigma less than infinity. അതായത് പാരാമീറ്റേഴ്സിന്റെ വാല്യൂ ഏത് റേഞ്ചിലാണോ അല്ലെങ്കിൽ ഏത് സെറ്റിലാണോ ലൈ ചെയ്യുന്നത് ആ സെറ്റിനെയാണ് നമ്മൾ പാരാമീറ്റർ സ്പേസ്. പാരാമീറ്ററിന്റെ ഒരു സ്പേസ് എവിടെയാണോ കിടക്കുന്നത് അതാണ് പാരാമീറ്റർ സ്പേസ് എന്ന് പറയുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ മ്യൂന്റെ സ്പേസ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി ആണ്. മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയും സിഗ്മയുടെ സ്പേസ് എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുമാണ്. If X follows boson with parameter lambda, then parameter space is equal to set lambda such that lambda greater than 0. Set lambda such that lambda greater than 0.
എഴുതി. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് എസ്റ്റിമേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് എസ്റ്റിമേഷൻ ഉണ്ട്, പോയിന്റ് എസ്റ്റിമേഷനും ഇന്റർവെൽ എസ്റ്റിമേഷനും. അതില് പോയിന്റ് എസ്റ്റിമേഷൻ, ഈ നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റ് പോയിന്റ് എസ്റ്റിമേറ്റ് ആണോ അല്ലെങ്കിൽ ഇന്റർവെൽ എസ്റ്റിമേറ്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ എസ്റ്റിമേറ്റിന്റെ വാല്യൂനെ നോക്കിയിട്ടാണ്. അപ്പൊ നമുക്കൊരു അൺനോൺ പാരാമീറ്ററിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് കിട്ടണമെന്ന് വിചാരിക്കുക. നമ്മളൊരു അൺനോൺ പാരാമീറ്റർ, ഇപ്പൊ സപ്പോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മ്യൂ എന്നുള്ള പാരാമീറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു സം 15 എന്ന് നമുക്ക് കിട്ടിയാൽ മ്യൂക്ക് ഒരു സിംഗിൾ വാല്യൂ ആണ് എസ്റ്റിമേറ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള എസ്റ്റിമേഷനെ നമ്മൾ പോയിന്റ് എസ്റ്റിമേഷൻ എന്നോ, മ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്ററിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് സം 15-നും 20-ക്കും ഇടയിലാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എസ്റ്റിമേറ്റ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇന്റർവെൽ എസ്റ്റിമേറ്റ് എന്നും പറയും. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, പോയിന്റ് എസ്റ്റിമേഷനും ഇന്റർവെൽ എസ്റ്റിമേഷനും. സെക്കൻഡ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റിന്റെ എസ്റ്റിമേറ്റ് ഒരു സിംഗിൾ വാല്യൂ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെ പോയിന്റ് എസ്റ്റിമേറ്റ് എന്നും, അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ ഒരു ഇന്റർവെല്ലിന്റെ ഉള്ളിൽ ലൈ ചെയ്യുന്നത് പോലെയാണ് എസ്റ്റിമേറ്റ് കിട്ടുന്നതെങ്കിൽ അതിന് ഇന്റർവെൽ എസ്റ്റിമേറ്റ് എന്നും പറയും. ഇത് രണ്ടും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്ങനെയാണ് പോയിന്റ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഇന്റർവെൽ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയാം. എസ്റ്റിമേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, പോയിന്റ് എസ്റ്റിമേഷനും ഇന്റർവെൽ എസ്റ്റിമേഷനും. എഴുതൂ, പോയിന്റ് ആൻഡ് ഇന്റർവെൽ എസ്റ്റിമേഷൻ. Point and interval estimation. Heading കൊടുക്കുക, point and interval estimation. അതായത് this classification is based on the value suggested as estimate. This classification is based on the value suggested as estimate. അതായത് ഒരു അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ എങ്ങനെയാണോ നമുക്ക് എസ്റ്റിമേഷൻ പ്രൊസീജിയറിലൂടെ കിട്ടുന്നത്, ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അത് പോയിന്റ് എസ്റ്റിമേഷൻ ആണോ ഇന്റർവെൽ എസ്റ്റിമേഷൻ ആണോ എന്ന് നമ്മൾ പറയാം. താഴെ if only a single value is suggested as estimate of a parameter, if only a single value is suggested as estimate of a parameter, then it is known as point estimation. That is the process of suggesting a single value
a single value as an estimate of a parameter, is known as point estimation. Full stop. On the other hand, a range or interval if we suggest a range or interval, as estimate of a parameter, with a certain confidence level, then it is known as interval estimation. That is the process of suggesting a random interval, as estimate of a parameter, is known as interval estimation. For example, the content of sugar in the blood sample of a human being, is 130 is a point estimate. The content of sugar in the blood sample of a human being is 130 is a point estimate. അതായത് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗർ 130 ആണെന്ന് പറയുന്നത് എന്താ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയാൻ കാരണം ബ്ലഡ് ഷുഗറിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സിംഗിൾ വാല്യൂ ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞത്. സെക്കൻഡ് വൺ, the life of bulbs produced by a company is the life of bulbs produced by a company is
is 1,500 hours is 1,500 hours is a point estimate. Next example, the weight of a newborn baby, the weight of a newborn baby, the weight of a newborn baby will be between the weight of a newborn baby will be between 2.8 kg, 2.8 kg to 3.5 kg. The weight of a newborn baby will be between 2.8 kg to 3.5 kg is an interval estimate. Is an interval estimate. അതായത് ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി 2.8 kgക്കും 3.5 kgക്കും ഇടയിലാണെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർവെൽ എസ്റ്റിമേറ്റ് ആണ്. നമ്മൾ ആക്ച്വൽ വെയിറ്റ് അല്ല പറയുന്നത്. കുട്ടിയുടെ വെയിറ്റ് 2.8നും 3.5നും ഇടയിലാകാം. അല്ലെങ്കിൽ നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ന്യൂ ബോൺസിന്റെ വെയിറ്റ് കാണിക്കും. അത് നമുക്ക് ഒരിക്കലും എക്സാക്ട് വാല്യൂ അല്ല, അതൊരു ഇന്റർവെല്ലിലാണ് പറയാ. അതായത് ഇന്നർ വെയിറ്റിന്റെ ഇപ്പൊ 2.8 പറയുന്ന പോലെ തന്നെ 3 kgക്കും 3.2 kgക്കും ഇടയിൽ ഉണ്ടാവാം. അങ്ങനെയൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഇന്റർവെൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് അവിടെ ഒരു സിംഗിൾ വാല്യൂ അല്ല എസ്റ്റിമേറ്റ് ആയിട്ട് കിട്ടുന്നത്, ഒരു ഇന്റർവെല്ലിന്റെ ഉള്ളിലാണ്. ആ ഇന്റർവെല്ലിൽ ഏത് വാല്യൂ വേണമെങ്കിലും എസ്റ്റിമേറ്റ് ആയിട്ട് വരാം. അതുകൊണ്ടാണ് അതിനെ ഇന്റർവെൽ എസ്റ്റിമേഷൻ, ആ പ്രൊസീജിയറിൽ നമ്മൾ ഇന്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാ? The temperature recorded in a place, the temperature recorded in a place, the temperature recorded in a place the temperature recorded in a place the temperature recorded in a place is between 28 degrees Celsius, is between 28 degrees Celsius and 35 degrees Celsius. 28 degrees Celsius and 35 degrees Celsius is an interval estimate. Is an interval estimate. Point and interval estimation എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മൾ പറഞ്ഞു, നമ്മൾ പുതിയ ഫോർത്ത് സെമ്മിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആണ് തുടങ്ങിയത്. അപ്പൊ യൂഷ്വലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ഏതൊരു സ്റ്റഡി എടുക്കുമ്പോഴും അതിലെ പോപ്പുലേഷനിലെ പാരാമീറ്റേഴ്സ് യൂഷ്വലി നമുക്ക് അൺനോൺ ആയിരിക്കും. അങ്ങനെയുള്ള അൺനോൺ കോൺസ്റ്റൻസിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? സെൻസസ് സാമ്പിൾ സർവേ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാം. അതിൽ സെൻസസ് എന്ന് പറയുന്നത് എന്നുള്ള പ്രൊസീജിയർ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സാക്ട് വാല്യൂ ആയിരിക്കും അൺനോൺ പാരാമീറ്ററിന്റെ. എന്നാൽ നമ്മൾ സാമ്പിൾ സർവേ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സാക്ട് വാല്യൂ എന്ന് അതിന് പറയാൻ പറ്റില്ല. അതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് വാല്യൂ എന്നാണ് പറയാ. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് സാമ്പിൾ സർവേയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ സാമ്പിൾ സർവേ ഈ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് കുറെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. നമ്മളിപ്പോ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ്. അതുപോലെ
നമ്മള് ബൾബിന്റെ കേസൊക്കെ പറഞ്ഞു. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സാമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാരാമീറ്ററിന്റെ അൺനോൺ വാല്യൂവിനെ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് എസ്റ്റിമേറ്റ് എന്ന് പറയാം. ആ പ്രൊസീജിയറിനെ നമുക്ക് എസ്റ്റിമേഷൻ എന്ന് പറയാം. രണ്ട് ടൈപ്പ് എസ്റ്റിമേഷൻ ഉണ്ട്, പോയിന്റ് ആൻഡ് ഇന്റർവൽ എസ്റ്റിമേഷൻ. പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ ഒരു സിംഗിൾ വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ അതിനെ പോയിന്റ് എസ്റ്റിമേറ്റ് എന്നും, അല്ല നമ്മൾക്ക് കണ്ടുപിടിക്കില്ല അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ ഒരു ഇന്റർവെലിന്റെ ഉള്ളിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇന്റർവൽ എസ്റ്റിമേറ്റ് എന്നും പറയാം. പിന്നെ നമ്മൾ പറഞ്ഞത് പാരാമീറ്റർ സ്പേസ് ആയിരുന്നു. പാരാമീറ്റർ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനിൽ വരുന്ന അൺനോൺ പാരാമീറ്റർ ലൈ ചെയ്യുന്ന സെറ്റ് അല്ലെങ്കിൽ ഇന്റർവെൽ, അതിനെയാണ് നമ്മൾ പാരാമീറ്റർ സ്പേസ് എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ സിലബസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇനി 10:30 എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട്? ഉണ്ടാവാറില്ല, എന്നാലും അറ്റൻഡൻസ് എടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഫോർത്ത് സെമ്മില് നിങ്ങൾക്ക് മിനിമം 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ ഞാൻ അറ്റൻഡൻസിന് ഫുൾ മാർക്ക് തരുള്ളൂ. ഫോർത്ത് സെം നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോ 75 ഫുൾ പെർസെന്റേജ് അറ്റൻഡൻസ് ഞാൻ പറയുന്നില്ല, കാരണം ഓൺലൈൻ ആണ്, നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പോ 75% അറ്റൻഡൻസ് എങ്കിലും ഈ സെമ്മില് കിട്ടിയവർക്ക് അറ്റൻഡൻസിന് ഫുൾ മാർക്ക് ഉണ്ടാവും. അല്ലാത്തവർക്ക് അതിനനുസരിച്ച് ഓരോ മാർക്ക് 2 മാർക്ക് കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഇന്ത്യനെ മാർക്ക് കുറഞ്ഞതെന്ന് ചോദിക്കരുത്. ഓക്കെ.